എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുമാർ ലാഗടിയാർമുള. എല്ലാവർക്കും ആറന്മുളേഷൻ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. എല്ലാവർക്കും തിരുവാറന്മുളയപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഞാൻ 2-3-4 എപ്പിസോഡായിട്ട് ബാലലീലയുടെ സ്തുതിപ്പിനെ കുറിച്ചാണ് നിങ്ങൾക്ക് വരികൾ പറഞ്ഞ് മനസ്സിലാക്കിയതും അത് ഒരുപാട് പാടി കേൾപ്പിക്കുകയും ഉണ്ടായി. ഞങ്ങളുടെ ആറന്മുളേഷൻ വഞ്ചിപ്പാട്ട് സമിതി എന്നൊരു സമിതിയുണ്ട്. ഞങ്ങളുടെ ടീമുകൾ ഒരുമിക്കുന്ന സമയത്ത് നിങ്ങളെ ഒരു ദിവസം ഈ വഞ്ചിപ്പാട്ട് എങ്ങനെയാണ് പാടേണ്ടത് എന്ന് ഞങ്ങൾ അത് പാടി കേൾപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇത് കഥയുടെ മുന്നിലേക്ക് പോകാം. കഥ തുടങ്ങുന്ന ഭാഗമാണ് ബാലലീലയുടെ. അത് ഇതിനു മുന്നേ വരെയുള്ള വരികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്തുതിപ്പാണ്. ബാലലീല വിലസേന വാണുതത്ര ചിരകാലം, വാസുദേവൻ എന്നുടനെ നാമവുമായി തെയ്. ശ്രീഅനന്തൻ രാമനാമം പൂണ്ടുമേവും ജ്യേഷ്ഠനോടും, ശ്രീകര രാഗിയ ഗോപ ശിശുക്കളോടും തെയ്. കൂടിമേളിച്ചഹോ കൃഷ്ണൻ നാളിൽ നാളിൽ വളർന്ന നാൾ, കേളിയോടെ ഗോപനാരി ഭവനം തോറും തെയ്. ചോരണം ചെയ്തുണ്ടു നല്ല ഘോരസാദികളെയെല്ലാം, നാരിമാർക്കങ്ങതു കണ്ടു നീരസം പൂണ്ടു. നാരി രത്നമണിയുന്ന ഹാരമധ്യേ വിളങ്ങുന്ന, നായികക്കെല്ലാം യശോദ തന്നോട് ചൊല്ലി. അപ്പോൾ ഇവിടം വരെ 10 വരി. ഞാൻ മുന്നോട്ട് ഒരു 10 വരിയൂടെ പറഞ്ഞ് ഈ ബാലലീല നിർത്തുകയാണ്. കാര്യം അതിനുശേഷമുള്ള വരികൾ എന്ന് പറഞ്ഞാൽ സന്താനഗോപാലവും ബാലലീലയും ഏകദേശമൊക്കെ സെയിമായിട്ട് വരുന്ന വരികളാണ്. അത് എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ ബെറ്റർ സന്താനഗോപാലത്തിലാത്ത വരികളാണ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വരികളൂടെ ഞാൻ ഒന്ന് പറഞ്ഞ് ഈ ബാലലീല നിർത്തുകയാണ്. നിർമര്യാദങ്ങൾ ചെയ്യുവാൻ എന്തു നീ എന്നുര ചെയ്തു, നിർമ്മലനെ പിടിച്ചമ്മ താടനം ചെയ്തു. ഉണ്ണികളോടൊരുമിച്ചു മണ്ണിലങ്ങ് കളിക്കുമ്പോൾ, മണ്ണുവാരി ഭുജിച്ചാനെന്നുണ്ണികൾ ചൊല്ലി തെയ്. അമ്മയുമങ്ങ് അതു കേട്ടിട്ടാദിയോടങ്ങുടൻ ചെന്നു, അംബുജലോചനനോട് ചോദ്യവും ചെയ്തു. മണ്ണു തിന്നതെന്തിനുണ്ണി, വെണ്ണപാൽ ഞാൻ തരാഞ്ഞിട്ടോ, അണ്ണനുമങ്ങതു നേരം നിർണയമെന്ന്. കണ്ണനുമങ്ങതു നേരം മണ്ണു തിന്നീലെന്നു ചൊല്ലി, അമ്മയും വാ പിളർനാശു നോക്കിനാനപ്പോൾ. വായിലമ്മ നോക്കിയപ്പോൾ പാലിലുള്ള പദാർത്ഥങ്ങൾ വാസുദേവൻ തൻ്റെ വായിൽ കണ്ടിതു സർവ്വം. അപ്പം ഇവിടം വരെ സന്താനഗോപാലവും നമ്മുടെ ബാലലീലയൊക്കെ ഇനി വരുന്ന വരികൾ തൊട്ട് ഒരു കോമൺ ആയിട്ടുള്ള വരികൾ ചില സ്ഥലങ്ങളിൽ കയറി വരാറുണ്ട്. ഏകദേശ വർണ്ണനകളൊക്കെ സെയിമാണ് സന്താനഗോപാലത്തിൻ്റെയും ബാലലീലയുടെയും. അപ്പോൾ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് സന്താനഗോപാലമാണ് ഒന്നുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഇതൊന്ന് പാടി കേൾപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ബാലലീല എന്ന് പറയുന്ന കഥ നിർത്തി മുന്നോട്ട് പോകും. അപ്പോൾ ഞാൻ നോക്കിയാണ് പാടുന്നത്. ജസ്റ്റ് ഞാനൊന്ന് നിങ്ങളെ ഒന്ന് പാടി അല്ലെ അടുത്ത എപ്പിസോഡിനകത്ത് പാടി കേൾപ്പിക്കുന്നതായിരിക്കും. ഈ വരികൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇത് പാടി കേൾപ്പിക്കുന്നതായിരിക്കും.